എറണാകുളം സബ് ജയിലിലെ സ്ഥിതി പരിതാപകരമാണ്. 48 തടവുകാരെ പാർപ്പിക്കേണ്ട സ്ഥലത്ത് 105 തടവുകാരാണുള്ളത്. തടവുകാരുടെ മേൽനോട്ടത്തിനായി വെടിക്കോപ്പുകളിലും ക്ഷാമം. ജയിൽ സൂപ്രണ്ട് മധ്യമേഖല ജയിൽ DIGക്ക് നൽകിയ റിപ്പോർട്ടിന്റെ പകർപ്പ് 24-ന് ലഭിച്ചു. കൊടുങ്കുറ്റവാളി ഗോവിന്ദച്ചാമിയുടെ ജയിൽ ചാട്ടത്തിന് ശേഷം സംസ്ഥാനത്തെ ജയിലുകളുടെ സുരക്ഷയിൽ വലിയ ആശങ്കയാണ് ഉയർന്നിരിക്കുന്നത്. അത്തരത്തിലൊരു ആശങ്കയാണ് എറണാകുളം സബ് ജയിൽ സൂപ്രണ്ടിന്റെ റിപ്പോർട്ടിലും പറയുന്നത്. ജില്ലയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ജയിലുകളിൽ ഒന്നാണ് എറണാകുളം സബ് ജയിൽ. ഹൈക്കോടതിക്ക് തൊട്ടടുത്ത് സ്ഥിതി ചെയ്യുന്ന ജയിൽ ഇന്ന് പ്രതിസന്ധികൾക്ക് നടുവിലാണ്. 48 കുറ്റവാളികളെ പാർപ്പിക്കേണ്ട ജയിലിൽ നിലവിലുള്ളത് പ്രതിദിനം 105 പേർ. NDPS കേസ് പ്രതികൾ വർദ്ധിച്ചതാണ് പ്രതിസന്ധിക്ക് കാരണം. തീരുന്നില്ല ബുദ്ധിമുട്ടുകൾ. ജയിലുകളിൽ സുരക്ഷയ്ക്ക് വേണ്ട ആയുധങ്ങളില്ല. സംവിധാനങ്ങളുടെ അഭാവം മൂലം ഡോക്ടർ വന്ദന കൊലക്കേസിന് ശേഷം ഹൈക്കോടതി നിർദ്ദേശിച്ച SOP പോലും പാലിക്കാനാകുന്നില്ല. 22 CCTV ക്യാമറകളിൽ പ്രവർത്തിക്കുന്നത് 10 എണ്ണം മാത്രമെന്ന് ജയിൽ സൂപ്രണ്ട് DIGക്ക് നൽകിയ റിപ്പോർട്ടിൽ വ്യക്തമാക്കിയിട്ടുണ്ട്. കണ്ണൂരിൽ ഗോവിന്ദച്ചാമി ജയിൽ ചാടിയ സംഭവത്തിന് തൊട്ടു മുൻപാണ് സബ് ജയിലിലെ പ്രതിസന്ധികളെക്കുറിച്ച് സൂപ്രണ്ട് റിപ്പോർട്ട് നൽകിയത്. കൊടും ക്രിമിനലുകൾ ജയിലിന്റെ സുരക്ഷാ കവചം മറികടന്ന് നാട്ടിലേക്ക് എത്തിയാൽ അതുണ്ടാക്കുന്ന പ്രതിസന്ധി ചെറുതായിരിക്കില്ല. അതുകൊണ്ട് തന്നെ ആ കൊടും കുറ്റവാളികളെ ജയിലിൽ തളച്ചിടാനുള്ള സുരക്ഷാ സംവിധാനങ്ങൾ കൂടുതൽ കാര്യക്ഷമമാക്കണം. കൊച്ചിയിൽ നിന്ന് വിഷ്ണു സുരേഷ്, 24. പൊതുജനം കഴുതയല്ല സാർ.